അയ്യഹൽ മുസമ്മിമൂൻ അഹ്ല മുസഹൽ അതൊരു വീഡിയോ. സോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വന്നത് ലെയർ പാനലിനെ കുറിച്ചാണ്. അപ്പോൾ ലെയർ പാനലിലെ വീഡിയോ 2 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുക. ഒരു പാർട്ടിൽ അതിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളും, രണ്ടാമത്തെ പാർട്ടിൽ അതിൻ്റെ എഫക്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടാവും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലെയർ പാനലിനെ കുറിച്ചാണ് പറയാൻ വന്നത്. ഇപ്പോൾ 3 PNGs ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 PNGs ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഞാൻ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോ ആണ്. അപ്പോൾ 3 ഒരേ പൊസിഷനിലാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ ഞാൻ ഫേസ്ബുക്കിൻ്റെ ലോഗോ, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോ അടിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് മേലെ വരും. അതായത് ലെയർ പാനലിൽ ഏത് ലെയറാണോ ഫസ്റ്റ് ഉള്ളത് ആ ലെയറാണ് നമ്മളെ ആർട്ട് ബോർഡിൽ കാണിക്കുക. പിന്നെ ഇത് ലെയർ ഫിൽറ്റർ, ഒരുപാട് ലെയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിൽട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്, ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ ഇത് ബ്ലെൻഡിങ് മോഡാണ്. നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്ലെൻഡിങ് മോഡാണ് ഓവർലേ ഉപയോഗിച്ചാലുള്ള ഒരു എഫക്റ്റാണ് ഈ കാണുന്നത്. അതുപോലെ ഒരുപാട് ബ്ലെൻഡിങ് ഓപ്ഷൻസ് ആ ഒരു വിൻഡോയിലുണ്ട്. അതുപോലെ ഇനി നോർമലാക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒപ്പാസിറ്റിയും കാര്യങ്ങളും ഉണ്ട്. ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒബ്ജക്റ്റിൻ്റെ ട്രാൻസ്പെറൻസി ഇങ്ങനെ കുറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഫുൾ ട്രാൻസ്പെറൻസി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ കൂട്ടുന്നതിനനുസരിച്ച് അങ്ങനെ കൂടുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഇനിയിപ്പോൾ ഒബ്ജക്റ്റ് 3 സ്ഥലങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് ഇപ്പോൾ അങ്ങനെ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. ഇനി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ലോക്കായി കേൾക്കും. അപ്പോൾ ഇത് ലോക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് കാണുന്നത്.